വ്യക്തമായ അർത്ഥം ശരി. ഹുക്കുമ അള്ളാഹുവിന് മാത്രമാണ്. ക്ലിയറായി. അതായത് സഹാബത്ത് ജീവിച്ചിരിക്കുമ്പോ അതിന് അത് മാത്രമല്ല ഖുർആൻ വിശദീകരിക്കുന്നത് അതിന് പറയുന്നു. ഖുർആൻ വിശദീകരിക്കുന്നത് ഖുർആൻ കൊണ്ട് വിശദീകരിക്കുന്നു. മറ്റൊന്ന് ഖുർആനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കും. ഇനി അതുപോലെ തന്നെ സഹാബത്ത് ഖുർആനെ വിശദീകരിക്കും. അതുപോലെ തന്നെ താബീങ്ങളും താബീങ്ങളും അതുപോലെ തന്നെ ഖുർആന്റെ അറബി ഭാഷയിൽ 4 ധ്വനികൾ വെച്ചുകൊണ്ട് ഖുർആൻ വ്യാഖ്യാനിക്കും. ഇതാണ് അതിന്റെ വിഷയം. ഇത് എവിടെയുള്ളത് സീർത്തിലും തബരീയുടെ മുത്തത്തിലുണ്ട്. വളരെ ക്ലിയറായി തെളിവ് സഹിതാങ്ങൾ പറഞ്ഞത് സമർത്ഥൻ വളരെ ക്ലിയർ. ശരിയല്ലേ? അപ്പൊ ഖുർആൻ കൊണ്ട് വിശദീകരിക്കാം ഒന്ന്. അപ്പൊ മൂപ്പരുടെ ചോദ്യം അപ്രസക്തമാണ് മനസ്സിലായി. കാരണം ഖുർആൻ കൊണ്ട് വിശദീകരിക്കാം, ഹദീസ് കൊണ്ട് വിശദീകരിക്കാം, പിന്നെ സ്വഹാബത്തിന്റെ വാക്കുകളെ കൊണ്ട് വിശദീകരിക്കാം, താബീങ്ങളുടെയും മറ്റും വാക്കുകളെ കൊണ്ടും വിശദീകരിക്കാം. എന്തായി? അപ്പൊ വിശുദ്ധ ഖുർആൻ, ആ ഖുർആൻ അത് തെളിവാകണമെങ്കിൽ സ്വഹാബത്ത് ചെയ്താലേ തെളിവാകൂ എന്ന സാക്ഷ്യം ഇരിക്കണ്ട. കാരണം അതിന്റെ ഉദ്ധരണി സഹിതം, അതായത് അതിന്റെ പിന്നെ ആധികാരികത സഹിതം ത്വബരിയും ഇബ്നു കസീറും ഒക്കെ ഉണ്ട് എന്ന് മൂപ്പർ തന്നെയാണ് പറയുന്നത്. അതെ. അപ്പൊ നമ്മൾ പറഞ്ഞു. അപ്പൊ ഖുർആൻ അത് മനസ്സിലാക്കിയവർ വെറും സ്വഹാബത്ത് മാത്രമല്ല. അപ്പൊ ഖുർആൻ കൊണ്ട് വിശദീകരിക്കാം, ഹദീസ് കൊണ്ട് വിശദീകരിക്കാം, സ്വഹാബത്തിന്റെ വാക്കുകളെ കൊണ്ട് വിശദീകരിക്കാം, താബിഈങ്ങളുടെ വാക്കുകളെ കൊണ്ട് വിശദീകരിക്കാം. ഇപ്പൊ ക്ലിയറായല്ലോ? അപ്പൊ നിങ്ങളുടെ ചോദ്യം എന്തായിരുന്നു? ഈ ആയത്ത് വെച്ചുകൊണ്ട് ആയത്തിന് അർത്ഥം പറയാൻ മുമ്പ് തയ്യാറാകുന്നില്ല. കാരണം മുമ്പർക്കറിയാം ഈ ആയത്തിൽ അല്ലാഹു റസൂൽ സഹീയാണെന്ന് ഉറപ്പാണ്. ഈ ആയത്തിൽ വേറെ അർത്ഥമല്ല, വേറെ ഒന്നും ചെയ്യാൻ കഴിയില്ല. അപ്പൊ ഈ ആയത്ത് കൊണ്ട് നേരെ അർത്ഥം പറഞ്ഞാൽ കുടുംബം എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് മൂപ്പർ എന്ത് മനസ്സിലാക്കി? സ്വഹാബത്തിലേക്ക് ചാടി. ഖവാരിജുകളായിട്ട് വരിയപ്പോ എന്തുകൊണ്ടാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഈ ഷർത്തുകളൊന്നും എടുക്കാതെ അതല്ലാതെ അതിനെ ദുഃഖം എടുത്തില്ലെന്ന് പറയുന്നത്? അങ്ങനെ പറയുന്നത് ഈ ഷർത്തുകൾ എടുക്കാതെ എത്ര ആളുകൾ നിങ്ങളുടെ സഹാബികളുടെ കൂട്ടത്തിലുള്ള എത്ര ആളുകൾ നിങ്ങളുടെ കൂട്ടത്തിലുണ്ട്? ഈ ആയത്ത് കേട്ടവരാണല്ലോ എന്ന് എന്തുകൊണ്ട് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു? ഈ ഷർത്ത് അറിയാത്ത ഖുർആനിനെ റസൂൽ ഇബ്നു അബ്ബാസിനോട് പ്രാർത്ഥിച്ചിട്ടുള്ള സഹാബിയാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു? അപ്പൊ ഞങ്ങൾ ചിരിപ്പുണ്ടല്ലോ. അതായത് സഹാബത്തിന്റെ വാക്കുകളും പ്രവർത്തനങ്ങളും ഉണ്ട്. അത് മാത്രമല്ല ഞങ്ങൾ പറയുന്നു എന്തിനു വേണ്ടിയാണ് ഈ ആയത്തിറങ്ങിയത്? കൃത്യമായിട്ട് സഹാബത്ത് കാണിച്ചു തന്നിട്ടുണ്ട് എന്തിനു വേണ്ടിയിട്ടാണ് ഈ ആയത്തിറങ്ങിയത്. അതുകൊണ്ട് അവരെന്താണ് അവരാക്കിയതെന്ന് കാണിച്ചത്. ഈ ആയത്ത് കൊണ്ട് സ്വഹാബത്ത് എന്ത് മനസ്സിലാക്കി, എന്തിനാണ് അവരത് അമലാക്കിയത്? ഇത് അവതരിച്ച പശ്ചാത്തലം അത് ഏതായത്തിലും അങ്ങനെ തന്നെ സുഹൃത്തെ, ഏതായത്തിലും ഒരു പശ്ചാത്തലം, ആ പശ്ചാത്തലം മാത്രം പിടിക്കുകയാണെങ്കിൽ ഒരു വിഷയത്തിനും ഒരായത്തും തെളിവാക്കാൻ പറ്റില്ല. ഏതായത്തിന്റെ ഓരോ പശ്ചാത്തലം ഓരോ ആയത്തിന്റെ പാശ്ചാത്തലം പരിശോധിച്ചാൽ ഞാൻ ഒരായത്ത് തോന്നും, ആ ആയത്തിന്റെ പാശ്ചാത്തലം ഞാൻ പറയും. നിങ്ങൾക്ക് ആ വിഷയത്തിൽ തെളിവാക്കാൻ പറ്റില്ല, ഒരു വിഷയത്തിന് തെളിവാക്കാൻ പറ്റില്ല. കാരണം അത് ആ പാശ്ചാത്തലവുമായി ബന്ധപ്പെട്ട് അത് മാത്രം ബന്ധപ്പെട്ട് കിടക്കും.